കർത്താവിന്റെ ധന്യതിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഹൗ ടു മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. എങ്ങനെ മുൻപോട്ട് പോകാം, ഹൗ വി ക്യാൻ മൂവ് ഫോർവേഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ഹാവ് ബീൻ ലുക്കിംഗ് ഇൻ ദീസ് ഡേയ്സ്. എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് സം interconnected realities as we move forward from the life of the people of Israel. ഇസ്രായേൽ മക്കളുടെ അവരുടെ യാത്ര, കനാനിലേക്കുള്ള യാത്രയിൽ നിന്നും പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് അനുസരണവും ദൈവാശ്രയവും. So we have seen the first interconnected reality, that is obedience and trust. We realize that, and we have understood that God wanted us to trust Him fully. Only when we trust Him fully, we can obey Him fully. ദൈവത്തിൽ നമ്മൾ സമ്പൂർണ്ണമായി ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സമ്പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ യാഥാർത്ഥ്യമാണ്, പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ യാഥാർത്ഥ്യം. അതായത് കഷ്ടതയും ദൈവിക കരുതലും ദൈവത്തിന്റെ ആലോചനയുടെ ഭാഗമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവഹിതപ്രകാരം ദൈവം നയിക്കുന്ന ഈ യാത്രയിൽ, ആ ദൈവിക യാത്രയുടെ ഭാഗമാണ് ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും വേദനയും അതുപോലെ ദൈവിക കരുതലും. കർത്താവിന്റെ സ്തോത്രം. So we are thinking now, currently we are talking about this. See, both the pain and provision in this God-led journey are part of the plan of God. It is part and parcel of God's plan in this journey, and we need to understand it very clearly. And I have been talking, so we have seen the aspect of pain during my last message, the aspect of pain, and today we will be focusing on the provision. കഴിഞ്ഞ എൻ്റെ ദൂതിന്റെ ലാസ്റ്റ് നാം കണ്ടത് ദൈവത്താൽ നടത്തപ്പെടുന്ന നമ്മുടെ യാത്രയിലെ വേദനയെ കുറിച്ചാണ്. അപ്പൊ വേദനയും കരുതലും ഈ യാത്രയുടെ ഭാഗമാണ്. കർത്താവിന്റെ സ്തോത്രം. ഇതിനെ രണ്ടായി കാണരുത്, ഇത് രണ്ടും ഒരുമിച്ചാണ് പോകേണ്ടത്. കർത്താവിന്റെ സ്തോത്രം. ലാസ്റ്റ് വീക്കിൽ പറഞ്ഞു നിർത്തിയത് ഇതാണ്, നമ്മെ ദൈവം വിളിച്ചത് ദുരിതമില്ലാത്ത, കഷ്ടതയില്ലാത്ത, അല്ലെ സങ്കടമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടിയല്ല. പിന്നെയോ വേദനയില്ലാത്ത, ദുരിതമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ വിളിച്ചത്. പക്ഷെ ഈ യാത്രയിൽ ദുരിതയും കഷ്ടതയൊക്കെ ഉണ്ട്. സോ what we have been talking, or we finish, or we close with the talk with the note that God has called us not for a pain-free journey, but God has called us for a pain-free destiny. So we are traveling towards a pain-free destiny. That is our aim, but this journey has full of pain, suffering. So that is what we have seen during my last message. So we will be focusing on provision. See, we need to understand it's not pain alone, but provision. God supplies provision when we face pain. നമ്മൾ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം തന്റെ കരുതലും അയക്കും. ദൈവിക കരുതലുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേദനയുടെ മധ്യത്തിൽ ഈ വേദനയെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനാണ് ഈ കരുതലുകൾ ദൈവം നമുക്ക് നൽകുന്നത്. So God is providing divine provisions. Why? So that we will overcome this pain and we will move forward. So the provisions supplied by God are for us to overcome the pain and to move forward, not to be stuck up in pain. നമ്മൾ വേദനയിൽ സ്വത്രം, നമ്മൾ ആ പ്രതിസന്ധിയിൽ സ്റ്റക്കപ്പ് ചെയ്ത് അവിടെ ഇരിക്കുവാനല്ല, മറിച്ച് ദൈവം തരുന്ന കരുതലുകൾ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഷ്ടതകളെ, വേദനകളെ
അതിജീവിച്ച് മുൻപോട്ട് പോകുവാനാണ്. കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാവുന്നതാണെങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു പോകാം. നമ്മൾ എക്സോഡസ് 15:19 വിൽ റീഡ് എക്സോഡസ് 15:19. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 15:19. എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോന്നു. ഓക്കെ, നമുക്ക് അറിയാം, നമുക്ക് ആ സ്റ്റോറി നന്നായിട്ട് അറിയാം. ഇവിടെ നോക്കുക, എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ഫറവോന്യ സൈന്യത്തിനും ചെങ്കടലിനും മധ്യേ ആകെപ്പാടെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അങ്ങനെ സ്റ്റക്കപ്പ് ആയിരിക്കുന്ന മധ്യത്തിൽ അങ്ങനെ ഇരിക്കുന്ന വേദനാജനക അനുഭവത്തിൽ ദൈവത്തിന്റെ കരുതൽ അതെങ്ങനെയാ വന്നത്? മാനുഷിക ബുദ്ധിക്കും മാനുഷിക ഭാവനയ്ക്കും മാനുഷിക യുക്തിക്കും അതീതമായി അന്ന് വരെയും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവം അതിന്റെ മധ്യത്തിൽ ഒരു കരുതൽ, ഈ ചെങ്കടലിന്റെ മധ്യത്തിലൂടെ ദൈവം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴി. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അന്ന് വരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അതിനുശേഷവും റിപ്പീറ്റും ചെയ്തിട്ടില്ല. അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ദൈവം യോർദാൻ നദി ഡിവൈഡ് ചെയ്ത വിഷയം, അതൊരു നദി ഡിവൈഡ് ചെയ്ത് നമ്മൾ കാണുന്നു. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നത് ഒരു കടൽ ഡിവൈഡ് ചെയ്ത് ദൈവം അവരെ മുമ്പോട്ട് അയക്കുക. അപ്പൊ ചരിത്രത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തതും പിന്നെ ഇതുവരെയും റിപ്പീറ്റ് ചെയ്തിട്ടില്ലാത്തതുമായ ഒരു പ്രത്യേക കരുതൽ, ഒരു പ്രത്യേക വഴി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി മുൻപോട്ട് പോകുവാൻ. കർത്താവിന്റെ സ്തോത്രം. അത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണ്. കർത്താവിന്റെ സ്തോത്രം. See, God made history for the people of Israel. He made a historical provision by opening a way right in the middle of the sea. It was beyond the imagination, the intelligence and rationality of human being. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത രീതിയിൽ ദൈവം ആ സംഭവത്തെ ഒരു ചരിത്രമാക്കിക്കൊണ്ട് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ കരുതൽ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നും ദൈവം അത് ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. ഒരിക്കലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിയും സംഭവിക്കാത്തതുമായ ദൈവിക കരുതൽ തന്റെ ജനത്തിനു വേണ്ടി എക്കാലവും ചെയ്യുവാൻ ദൈവം മനസ്സുള്ള കർത്താവാണ്. ദൈവത്തിന്റെ പ്രൊവിഷൻ ഈ പെയിനെ ഓവർകം ചെയ്ത് എന്തിന്? മുൻപോട്ട് പോകുവാനാണ്. കർത്താവ് അങ്ങനെയാണ് അവർ മുൻപോട്ട് പോയതായിട്ട് നാം കാണുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകും. അടുത്ത ചാപ്റ്ററിൽ അതിനുശേഷം സംഭവിച്ചറിയാം. ദൈവം അവർക്ക് വേണ്ടി വഴിയൊരുക്കി അവർ മുമ്പോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് അല്പം 3 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രതിസന്ധി. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. 15-ാം അധ്യായം എക്സോഡസ്, പുറപ്പാട് 15-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. പുറപ്പാട് 15, 22, 23. എക്സോഡസ് 15, 22 and 23. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. താങ്ക് യു. അപ്പോ ഇവിടെ നാം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം. ഇവിടെ 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര സന്തോഷിച്ച് അതിന് മുമ്പ് 3 ദിവസത്തിന് മുമ്പ് അവര് നന്നായിട്ട് സന്തോഷിച്ച് ആനന്ദിച്ച് മുമ്പോട്ട് വരിക. ദൈവത്തിന്റെ കരുതലൊക്കെ അനുഭവിച്ച് സ്തോത്രം മുമ്പോട്ട് വരുമ്പോ അടുത്ത പ്രതിസന്ധി. പക്ഷെ ഇവിടെ കാണുന്നതും ദൈവത്തിന്റെ അതുല്യമായ അടുത്ത കരുതൽ. 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം അതുവരെയും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക കരുതൽ. ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു, അതിന്റെ കമ്പ് വെട്ടി വെള്ളത്തിലിടുന്നു, മാറ മധുരമായി തീർന്നു. അതും ഒരു അതുല്യമായ ദൈവിക കരുതലായിരുന്നു. അതിനു മുമ്പ് നടന്നിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ ഒരു യുണീക് പ്രൊവിഷൻ. So that was also a unique provision for the people of Israel that never happened in their history. It was a miraculous provision and God supplied their need. നമ്മളിവിടെ എന്താണ് കാണുന്ന? കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ കരുതലുകൾ ഒന്നൊന്നായിട്ട് അവരെ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലും ധാരാളമായിട്ട് വരികയാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. See, that's a reality. What I have realized.
as the pain increases, the divine supply of provision also abound. That's a reality. We need to understand. If you and me are moving in accordance with God's will and God's plan in the God-led journey, as our pain increases, the divine supply of provision also will increase. ദൈവത്തിന്റെ കരുതലും വർദ്ധിക്കും. നമ്മുടെ കഷ്ടത വർദ്ധിക്കുന്ന അനുസരിച്ച് ദൈവത്തിന്റെ കരുതലും വർദ്ധിക്കും. അത് യാതൊരു സംശയമില്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതം നമുക്കറിയാം. അതൊന്നും പരിശോധിച്ച് നോക്കിക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവർ കാണുന്നത്. കർത്താവിന് സ്തോത്രം. കടലിന്റെ മധ്യത്തിൽ, അവരുടെ യാത്രയിൽ കടലിന്റെ മധ്യത്തിൽ തുറക്കപ്പെടുന്ന ചെങ്കൽപാത, കർത്താവിന് സ്തോത്രം. പിന്നെ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ഒരുക്കപ്പെടുന്ന കാടപ്പക്ഷിയുടെ ഇറച്ചി, കർത്താവിന് സ്തോത്രം. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ പൊട്ടിപ്പുറപ്പെടുന്ന പാറയിലെ ശുദ്ധജലം, ആഹാരത്തിന് വകയില്ലാത്ത പൊട്ടമണലിൽ പൊഴിയപ്പെടുന്ന മന്ന, സപ്ലൈക്ക് ഒരു കുറവില്ല. അവിടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അബണ്ടൻസ് ആയിട്ട് ഒന്നൊന്നായിട്ട് ദൈവത്തിന്റെ കരുതലുകൾ, കർത്താവിന് സ്തോത്രം. We see the abundance of God's provision. So when they have been facing the pain, the suffering, the problems, God was supplying the provision one by one in an abounding way. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്താണെന്ന് ചോദിച്ചറിയാം. ശ്രദ്ധിക്കുക. This is important. This is important. See, when I say, divine provision increases when we face pain in our God-led journey, we need to understand this provision is not necessarily material. Okay? See, the provision not necessarily always material. Okay, sometimes it can come in non-material ways. For example, sometimes it can be in the form of comfort. Sometimes it can be in the form of mental strength. Sometimes in the form of courage. Sometimes in the form of right people, right connection, right fellowship. That we need to understand. But many times our mindset setup is always in the physical and material realm only. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കരുതല് ശാരീരികമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ദൈവത്തിന്റെ കരുതലുകൾ സ്തോത്രം ഭൗതികം മാത്രമാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ കരുതൽ പല തലങ്ങളിൽ അനുഭവിക്കുന്ന, കർത്താവിന് സ്തോത്രം. അപ്പം ചിലപ്പോൾ ദൈവം നമുക്ക് ആശ്വാസമായിട്ടായിരിക്കാം ദൈവത്തിന്റെ കരുതലുകൾ, ചിലപ്പോൾ മനോബലമായിട്ടായിരിക്കാം ദൈവത്തിന്റെ കരുതലുകൾ, ചിലപ്പോൾ ധൈര്യമായിട്ടായിരിക്കാം ദൈവത്തിന്റെ കരുതലുകൾ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ദൈവം എന്താ പറയാ, നല്ല ആൾക്കാരെ, കരുതുന്ന ആൾക്കാരെ ദൈവം നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നു. അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള കണക്ഷൻ, ചിലപ്പോൾ നല്ല ഒരു കൂട്ടായ്മയുമായിട്ട് ദൈവം നമ്മെ ബന്ധിപ്പിക്കുന്നു. അതെല്ലാം ദൈവത്തിന്റെ പ്രൊവിഷനാണ്. ഇന്ന് പലക്കാലം എന്നെ കേൾക്കും ദൈവത്തിന്റെ ജനമേ, കർത്താവിന് സ്തോത്രം. പൈസ രൂപത്തിൽ മാത്രം ദൈവത്തിന്റെ കരുതലിനെ കാണരുത്, കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തിന്റെ രൂപത്തിൽ മാത്രം ദൈവത്തിന്റെ കരുതലുകളെ കാണരുത്, കർത്താവിന് സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന കരുതൽ വൈവിധ്യങ്ങളാണ്, വിവിധ രീതിയിലാണ് ദൈവത്തിന്റെ കരുതലുകൾ. ചിലപ്പം നല്ല കൂട്ടുകാരൻ, ചിലപ്പം നല്ല സ്തോത്രം പ്രാർത്ഥിക്കുവാൻ നാലിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായികളായി, ചിലപ്പോൾ നല്ല ബന്ധങ്ങളായി, ചിലപ്പം നല്ല കർത്താവിന് സ്തോത്രം ദൈവിക ആശ്വാസമായി, നിന്നെ ചിലപ്പോൾ ഉത്തേജിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിവിധ രീതിയിലാണ് ദൈവത്തിന്റെ കരുതലുകൾ. അതിനെ ഇഗ്നോർ ചെയ്യരുത്, അതിനെ അവഗണിക്കരുത്. അതിന്റെ മഹത്വം കാണാതെ പോകരുത്. അതിന് വലിയ മഹത്വമുണ്ട്, കർത്താവിന് സ്തോത്രം. ഞാൻ പറയും, ദൈവം നമുക്ക് തന്ന എല്ലാ ഒരു കരുതലുകളെയും കുറച്ചു കാണരുത്. ദൈവത്തിന് നന്ദിരേറ്റണം. നല്ല ബന്ധങ്ങൾ, ദൈവത്തിന്റെ കരുതലുകളുടെ സ്തോത്രം, കൂട്ടായ്മകളുടെ ശരിയായ വ്യക്തികൾ. പ്രിയപ്പെട്ട സഹോദര, ഞാനും നീ ഒരുപക്ഷെ എപ്പോഴേ തീർന്നു പോകേണ്ടതാണ്, വഴിതെറ്റിപ്പോകേണ്ടതാണ്. എത്രയോ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു, എത്രയോ മാതാപിതാക്കൾ ഇന്നും കരയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സ്തോത്രം കൂട്ടുകാരെ ദൈവം ഒരുക്കിയെങ്കിൽ, നല്ല കൂട്ടായ്മ ഒരുക്കിയെങ്കിൽ, നല്ല ബന്ധങ്ങളെ ഒരുക്കിയെങ്കിൽ അതും ദൈവത്തിന്റെ കരുതലുകളാണ്. ദൈവത്തിന് നന്ദിരേറ്റണം. So we need to thank God for every provision we enjoy as provided by the Lord. God's provision abound, hallelujah, as our pain increases.
There is a beautiful verse, as we all know, in 2 Corinthians 1:5-7. 2 Corinthians 1:5-7 വരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചില വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. 2 Corinthians 1:5-7 ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്കും ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾ താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. ഇവിടെ നമ്മൾ കാണുന്നത് കഷ്ടങ്ങൾ പെരുകുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, ആശ്വാസവും പെരുകുന്നു. സ്തോത്രം. ഞങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിന്, കഷ്ടങ്ങൾക്കും ആശ്വാസത്തിനും 7 വാക്യം കഷ്ടങ്ങൾക്കും ആശ്വാസത്തിനും കൂട്ടവകാശികൾ. കേവലം കഷ്ടത്തിന് മാത്രമല്ല കൂട്ടവകാശികൾ, ആശ്വാസത്തിനും കൂട്ടവകാശികൾ. കേവലം ആശ്വാസത്തിന് മാത്രമല്ല, കഷ്ടത്തിനും കൂട്ടാളികൾ. So we need to understand, so our partnership not only in suffering but even in comfort, what we see here, we see here divine comfort abounding as a suffering abounding. ദൈവത്തിന്റെ ആശ്വാസം വർദ്ധിക്കുന്നു എപ്പോൾ? സ്തോത്രം, നമ്മുടെ കഷ്ടത വർദ്ധിക്കുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്താണെന്നറിയാമോ? So I see here there is a, what you say, divine comfort is directly proportionate to our pain in the God-led journey. ദൈവം നമ്മെ നയിക്കുന്നതായ സ്തോത്രം ദൈവിക യാത്രയിൽ, ദൈവം നമ്മെ നയിക്കുന്ന യാത്രയിൽ നമ്മുടെ ആശ്വാസവും നമ്മുടെ കഷ്ടവും തമ്മിൽ ഒരു ആനുപാതികമായ ബന്ധമുണ്ട്. അവർ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം നമ്മെ നയിക്കുന്ന യാത്രയിൽ കരുതലുകളും കഷ്ടതയും തമ്മിൽ സ്വന്തം ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. See, if God is leading you and me a journey, and if we are led by the Lord, there is a direct proportion between comfort and provision, or between pain and provision. There is no doubt about it. Hallelujah. As I said, don't think that when we think about the divine comfort, a divine provision only in terms of material provision. Rather, we see every aspect. കർത്താവിന്റെ സ്തോത്രം. So ഞാൻ പറഞ്ഞത് ഈ divine, so there is multiple dimension for divine provision. ദൈവത്തിന്റെ കരുതലുകൾക്ക് ബഹുമുഖ തലങ്ങളുണ്ട്. ഒരു തലത്തിൽ മാത്രം കാണരുത്. ഞാൻ പറഞ്ഞല്ലോ, വിവിധ രീതിയിലാണ് ദൈവം നമ്മെ കരുതുന്നത്. See, God's care is in multiple ways. So we can see there can be physical provisions of God, psychological provisions and pneumatic provisions. ദൈവത്തിന്റെ കരുതലുകൾ എന്ത് ശാരീരികമായ കരുതലുണ്ട്, മാനസിക തലത്തിലുണ്ട്, ആത്മീയ തലത്തിലുമുണ്ട്. ഈ 3 തലത്തിലും നമുക്ക് ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ ദൈവത്തിന്റെ പൈതലിന്, ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകൾക്ക് ബഹുമുഖ തലങ്ങളുണ്ട്. കേവലം നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, പിന്നെയോ ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ മാനസിക തലങ്ങളിൽ, ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ആത്മീയ തലങ്ങളിൽ, എല്ലാ തലങ്ങളിലും വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ചിലപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഡയറക്റ്റ് ഹീലിംഗ് അനുഭവിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ sometimes we experience direct healing to our bodies from God in our sickness. So when we are sick, sometimes we experience direct and instantaneous healing in our body. But sometimes when we are in sickness, we are not experiencing the direct healing. Rather, we experience the gracious comfort of God. So sometimes what we do, we are not experiencing the direct healing in our physical body. Rather, God provides medical facilities. See, God has his own ways. We cannot instruct God which method he has to choose. But what I want to say that God has provisions in multiple ways and multiple dimensions. ദൈവത്തിന് നമ്മളോടുള്ളതായ കരുതലുകൾ ഒരു തലത്തിലല്ല, വിവിധ തരത്തിലാണ് ദൈവത്തിന്റെ കരുതലുകൾ ഇരിക്കുന്നത്.
അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദാഹരണമായി പറഞ്ഞാൽ സ്തോത്രം, നമ്മൾ ചിലപ്പോൾ രോഗികളാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ രോഗികളാകുമ്പോൾ ദൈവം നമ്മെ തൊട്ട് സുഖമാക്കും. അത്ഭുതകരമായ വിടുതൽ, നിമിഷങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ദൈവത്തിന്റെ സൗഖ്യം. സ്തോത്രം, അതിൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളാണ് എന്റെ മുമ്പിൽ നിന്ന് എനിക്കറിയാം. സ്തോത്രം, നിങ്ങൾ സാക്ഷികളാണ്, ഞാനും അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവനാണ്. പക്ഷെ ചിലപ്പോൾ ദൈവം ഇൻസ്റ്റന്റേനിയസ് ഹീലിംഗ് തരത്തില്ല. മറിച്ച് ദൈവം തരുന്നറിയാമോ? ദൈവം ആശ്വാസവും കൃപയോട് ഒരുമിച്ച്. സ്തോത്രം, ദൈവത്തിന്റെ ഗ്രേഷ്യസ് കംഫോർട്ടാണ്. അതാണ് എക്സാമ്പിൾ പറഞ്ഞ പൗലോസ് കർത്താവിന് പറഞ്ഞ പൗലോസ് ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനാണ്. കർത്താവിന് നമുക്കറിയാം 3 ദിവസം ബ്ലൈൻഡ് ആയിട്ടിരുന്നവനാണ് പൗലോസ്. ആ 3 ദിവസം ബ്ലൈൻഡ് ആയിട്ടിരുന്നവന് ദൈവം സൗഖ്യം കൊടുത്തു. കർത്താവ് സൗഖ്യം കൊടുത്തു. അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കൊടുത്തു. നമ്മൾ വായിക്കുന്നു, ഇൻസ്റ്റന്റേനിയസ് ഹീലിംഗ് ആയിരുന്നു, പെട്ടെന്ന് സൗഖ്യം ഉണ്ടായി. പക്ഷെ അതേ പൗലോസ് പിൽക്കാലത്ത് നമ്മൾ കാണുന്നു, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നത്? എന്റെ കൃപ മതി എന്നാ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ദൈവത്തിന്റെ പ്രൊവിഷനാ. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പ്രൊവിഷനാ. തെറ്റിദ്ധരിക്കരുത്. പണം മാത്രമാണ് ദൈവത്തിന്റെ കരുതൽ വിചാരിക്കരുത്. അത്ഭുതകരമായ ശാരീരിക സൗഖ്യം മാത്രമാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ കരുതലുകൾക്ക് പല മുഖങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. Once again, let me repeat. Don't think that God's provision means only healing, physical healing or monetary benefit. Rather, we need to understand, God has multiple dimensions in his provision. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ചിലപ്പോൾ ദൈവം അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഡയറക്റ്റ് ഹീലിംഗ്, ചിലപ്പോൾ ദൈവത്തിന്റെ കൃപ, സഹിപ്പാനുള്ള കൃപ, വഹിപ്പാനുള്ള കൃപ, ആശ്വസിപ്പാനുള്ള കൃപ, ആശ്വാസം പെരുകുന്നു. സ്തോത്രം, അത് മാനസിക തലത്തിൽ. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ദൈവം ചെയ്യുന്നത്. അറിയോ? ദൈവം ചിലപ്പം ചെയ്യുന്നത് മെഡിക്കൽ ഫെസിലിറ്റീസ് ആയിരിക്കും. ദൈവം സ്തോത്രം നമുക്ക് നല്ല ഹോസ്പിറ്റലുമായിട്ട് ബന്ധിപ്പിക്കുന്നു, നല്ല ഡോക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു, റൈറ്റ് സർജൻ, റൈറ്റ് മെഡിക്കൽ സ്റ്റാഫ്, റൈറ്റ് ഹോസ്പിറ്റൽ, പ്ലസ് അതിനുള്ളതായ പണം, അതിനുള്ള വഴികൾ, ഇതെല്ലാം ദൈവം. അപ്പൊ ഇത് ദൈവത്തിന്റെ കരുതലായിട്ട് നാം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് മുമ്പോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്ര അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. സോ അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറയട്ടെ. That's the reason many times we see a person who experienced instantaneous miraculous healing by God in a particular time or occasion may see the occurrence of either the same sickness or another sickness, or facing another issue, another problem. But still, he or she will have the provision of God on a different dimension. But many times we don't understand that. We think that he got healing there, but now he is committing or she is committing a sin. But why we need to understand? But we need to understand, see, God has multiple ways of provision, multiple dimensions of provision. That is why God wants his people to understand who he is. Through all the provision, his desire is that we have to understand who God is. He doesn't want us to understand he is simple magician, just as a healer alone. Rather, he wants us to understand who God is in its totality. കർത്താവിന്റെ സ്തോത്രം. See, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്, അതായത് ദൈവത്തിന്റെ കരുതലുകൾക്ക് പല തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ കാണാം അത്ഭുതകരമായ സൗഖ്യം ഒരു രോഗത്തിന്മേൽ ഒരു പ്രത്യേക സമയത്ത് അനുഭവിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആ രോഗം തന്നെ ചിലപ്പം വന്നെന്നിരിക്കാം, വേറെ രോഗം വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വിഷയം നിമിത്തം അവർ ഭാരപ്പെട്ട് പ്രതിസന്ധിയിലായെന്നിരിക്കാം. നമ്മളന്നേരം പറയുന്നത്, നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ വിചാരിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ദൈവത്തോട് പിണങ്ങും. നമ്മൾ ഇന്നലെ സൗഖ്യമാക്കിയിട്ട് എന്തുകൊണ്ട് ഇന്ന് സൗഖ്യമാക്കാൻ കഴിയത്തില്ല? നമ്മൾ പിണങ്ങും. ഇനി ഇതറിയാത്തവര് ഇയ്യോബിന്റെ കൂട്ടുകാരെ പോലെ പറയും, നിന്റെ കയ്യിലിരിപ്പുണ്ടാണെന്ന് പറയും. കർത്താവിന്റെ സ്തോത്രം. പക്ഷേ അതല്ല സംഭവം. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരുതലുകൾ വീണ്ടും ആ വ്യക്തി വേറെ തലത്തിൽ അനുഭവിക്കും. സ്തോത്രം. ഇന്നലെ ബ്ലൈൻഡായ, കണ്ണ് കാണുവാൻ കഴിയാത്ത പൗലോസിന് അത്ഭുത സൗഖ്യം ഉണ്ടായെങ്കിൽ ഇന്ന്
ആ അത്ഭുത സൗഖ്യം ദൈവം കൊടുക്കാതെ വണ്ണം ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വവും പൗലോസ് അനുഭവിക്കണം ദൈവം ആഗ്രഹിച്ചു. എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും സ്തോത്രം ആ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലെ ശ്രേഷ്ഠമേറിയ വെളിപ്പാട് പകരാൻ കഴിയത്തുള്ളൂ. അത് പകർന്നില്ലെങ്കിൽ ഇന്ന് സ്തോത്രം എന്നെ പോലെ നിങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേക ദൈവമക്കൾ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഭക്തന്മാർക്ക് ആശ്വസിക്കുവാൻ ദൈവത്തിന്റെ കരുതലായി ആ ദൂത് വെളിപ്പെടണമെങ്കിൽ കർത്താവിന് സ്തോത്രം ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ കരുതലൂടെ സ്തോത്രം പൗലോസിന് കൊടുത്താലേ പറ്റത്തുള്ളൂ. എന്നതുപോലെ കർത്താവിന് സ്തോത്രം ദൈവത്തിന്റെ കരുതലുകൾ വേറെ രീതിയിൽ വെളിപ്പെടുന്ന കർത്താവിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ള നമ്മുടെ യാത്രയിൽ കർത്താവിന് സ്തോത്രം ദൈവം നമ്മെ നയിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾക്ക് പഞ്ഞമില്ല. ദൈവത്തിന്റെ കരുതലുകൾക്ക് പഞ്ഞമില്ല. So there is, let me tell you, the journey undertaken in direction with God's plan will never lack divine supply of provision. Let me repeat again. The journey undertaken in direction with God's plan will never lack divine supply, whatever be the form of the supply. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പ്രൊവിഷന്റെ രീതി, ദൈവത്തിന്റെ പ്രൊവിഷന്റെ കരുതലിന്റെ തലം എന്തുമായിക്കൊള്ളട്ടെ, ദൈവഹിത പ്രകാരം ഏറ്റെടുക്കുന്ന ഒരു യാത്രയിൽ ദൈവത്തിന്റെ കരുതലുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാകിയില്ല. കർത്താവിന്റെ സ്തോത്രം. Journey as parts of God's plan will find divine provision from time to time. ദൈവം സമയാസമയങ്ങളിൽ കർത്താവിന്റെ സ്തോത്രം തന്റെ കരുതലുകളെ അയക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ദൈവമേ നീ എന്നെ നയിച്ചിട്ട് എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ യാത്ര തിരിച്ചത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് വെച്ചത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ സ്തോത്രം ഈ വഴി വന്നത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്തോത്രം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടും എന്റെ കർത്താവേ, ഇന്ന് മലക്കാലം അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സമയാസമയങ്ങളിൽ ദൈവത്തിന്റെ കരുതലുകൾ നിനക്കുണ്ടാകും. ഇപ്പോഴത്തെ പ്രയാസമോർത്ത് നീ ഭാരപ്പെടരുത്. പക്ഷെ നീ തിരിച്ചറിയണം, നീ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ദൈവത്തിന്റെ കരുതലുകൾ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പലക്കാലം ആത്മാവ് ആരോടും ദൂത് പറയുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ ഭാരത്തോടെ ഇരിക്കുന്നു. ദൈവഹിതമാണെന്ന് അറിഞ്ഞിട്ട് നീ എടുത്തൊരു തീരുമാനം, ദൈവഹിതമാണെന്ന് അറിഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിട്ട് ദൈവമേ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരോടും പറയാൻ നീ ഭാരപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കരുതലുകൾ നിനക്കുണ്ടാകും സമയങ്ങളിൽ. ഹല്ലേലൂയ. നീ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ പക്ഷെ നീ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. ഹല്ലേലൂയ. നീ വിചാരിക്കുന്ന തലത്തിലുമായിരിക്കത്തില്ല. See, God is talking to someone. Even though you had taken a step and you started moving forward, then why this has happened? And you are worried about it. But the Lord says that, don't be worried about. Hallelujah. If you have taken a step in accordance with God's plan, you will have the provision of God. Thus says the Lord, God will provide for you. But it may not be the same way you think about. It may not be the same level as you think about. It may not be the same dimension as you think about. ഞാൻ നിങ്ങൾ കരുതുന്ന ചിന്തിക്കുന്ന തലത്തിലാകണമെന്നില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ട്. ഇനിയും പ്രിയപ്പെട്ട ദൈവത്തിൽ ജനമേ, നമുക്കറിയാം ഈ ദൈവം അവർക്ക് വേണ്ടി കരുതലുകൾ ഒന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് നോക്കിയേ, ആ കരുതൽ എന്തിനു വേണ്ടിയാണ്? So why all these provisions? ഈ പ്രൊവിഷൻസ് അതെല്ലാം നോക്കുവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത കരുതൽ 3 വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവരെ വഴികാട്ടുവാൻ. എക്സാമ്പിൾ, പ്രൊവിഷൻ ഓഫ് ഏഞ്ചൽ, ദൂതനെ കൊടുത്തത് അവരെ വഴികാട്ടുവാൻ. 2, അവരുടെ നിലനിൽപ്പിന്, സ്തോത്രം, മന്ന പൊഴിച്ചതും വെള്ളം കൊടുത്തതും അവരുടെ നിലനിൽപ്പിന് വേണ്ടി. 3, അവരുടെ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ദൈവിക പ്രൊട്ടക്ഷൻ. കർത്താവിന് സ്തോത്രം, ദൈവിക സംരക്ഷണം. സോ ബേസിക്കലി ഈ 3 കാര്യങ്ങളാണ്, മറ്റൊന്നിനും ഇല്ലെന്നുള്ളതല്ല.
ഇവർക്ക് ദൈവം കൊടുത്ത എല്ലാ കരുതലൂടെ നോക്കിയാൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്നും ദൈവത്തിന്റെ കരുതൽ ഈ 3 വിഷയമാണ്. ദൈവം തരുന്ന ഭൗതിക കരുതൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഈ ഭൗതിക കരുതൽ ഈ 3 വിഷയങ്ങൾക്കാ. മുമ്പോട്ട് നയിക്കുവാൻ, നിലനിൽപ്പിന്, സംരക്ഷണത്തിന് കർത്താവിന് സ്തോത്രം. See, I believe that all God's provisions are basically for 3 purposes. One, for our guidance, like the people of Israel. They were provided with angels to guide them. And second, for their survival. I mean, for them to survive in such a difficult journey. Third, for their protection, so that they will not be insecure. They should be safe. കർത്താവിന് ഇന്നും ദൈവത്തിന്റെ കരുതൽ ഈ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിട്ട് നമ്മളും അനുഭവിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതിനപ്പുറം നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന്റെ കരുതലുകൾ അതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. മെയിൻ ആയിട്ട് ഈ 3 മേഖലകളിലാണ്. ഇനിയും വേറൊരു വിഷയം, ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്തതായ ഈ കരുതലുകളെ ഒന്ന് നോക്കിയേ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. ആ വാക്യം സ്തോത്രം, ഒരു വാക്യം വായിക്കാം. 14-ാം അധ്യായം, Exodus 14:19 and 20. പുറപ്പാട് പുസ്തകം 14:19-20 ഒന്ന് വായിക്കുമോ? 14:19-20. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഭാഗത്തെ കുറിച്ചും ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. കർത്താവിന് സ്തോത്രം. ഞാൻ ജോയ് പാസ്റ്റർ ഈ ഭാഗത്ത് നിന്നൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. മറ്റ് പല ദൈവാസ്മാർ ഇവിടെ വന്നുവരും ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഇവര് പറയാതെ, ഇവരാവശ്യപ്പെടാതെ, ഇസ്രായേൽ ജനം ആവശ്യപ്പെടാതെ ദൈവത്തിന്റെ ദൂതന്റെ പൊസിഷൻ മാറി. ദൈവം അവർക്ക് കൊടുത്ത, ദൈവം അനുവദിച്ചിട്ട് വന്ന ഈ മേഘത്തിന്റെ പ്രൊവിഷനും ഈ മേഘത്തിന്റെ നേച്ചറും മാറി. ലുക്ക് ഇൻടു ദാറ്റ്. സോ ഈ മേഘം ഒരു സൈഡ് നോക്കുക, മേഘത്തിന്റെ ഒരു സൈഡിൽ വെട്ടം, മേഘത്തിന്റെ മറ്റൊരു സൈഡിൽ ഇരുട്ട്. സ്വത്രം മേഘത്തിന്റെ സ്വത്രം ആ മേഘത്തിന്റെ സ്വഭാവം മാറി എന്നുള്ളതാണ് കർത്താവിന്റെ സ്തോത്രം. യു ലുക്ക് ഇൻ ടു ദി നേച്ചർ ഓഫ് ദ ക്ലൗഡ് ഹിയർ. See, without the people of Israel asking God, the angel of the Lord has changed his position. The angel was ahead of them, but angel came behind them. Then we see the cloud. The cloud was ahead of them, before them, that also stood behind them. And then we see that the people of Israel, they had the light, the daytime, and the same cloud on the other side, and you see that provide darkness to the Misraim, the people of Egypt. You see what we see, the nature, the position and the nature of the cloud change. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ പ്രത്യേക സാഹചര്യത്തിൽ വേറൊരു വഴിയുമില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ കരുതലുകളുടെ ആ സ്വഭാവം നോക്കിയേ. സ്വത്രം ഈ ക്ലൗഡിന്റെ മേഘത്തിന്റെ സ്വഭാവവും അതിന്റെ പൊസിഷനും സ്ഥാനവും മാറി. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തറിയാമോ? ദൈവം ഇവർക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പ്രൊവിഷനായി. അതായത് സാഹചര്യത്തിനനുസരിച്ച് ഒരു കസ്റ്റമൈസ്ഡ് പ്രൊവിഷനായി മാറി. അല്ലെ, നമ്മൾ പറയും കസ്റ്റം മെയ്ഡ് എന്നൊക്കെ പറയും, അല്ലെ കസ്റ്റം ബിൽറ്റ് എന്ന് പറയും. സ്തോത്രം, അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തിന്റെ ഇടപെടൽ. കർത്താവിന്റെ സ്തോത്രം. See, dear children of God, sometimes God supply his provision in a uniquely customized way for his people. See, for the people of Israel, that's what I said, never happened in a history. A unique provision. And they're also what? Uniquely customized. Only for the people of Israel. See, let me tell you, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആരോട് സംസാരിക്കുന്നു എന്റെ ഉള്ളിൽ ഞാനത് ഫീൽ ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം. So God is speaking to someone that,
See, if you think that you're worried about something, God says that you worship a God, He can design a provision uniquely customized for you. Hallelujah. God can uniquely design something for you alone. കർത്താവിന് സ്തോത്രം. നിനക്ക് വേണ്ടി മാത്രം. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വേറൊരു വഴിയുമില്ല. സ്തോത്രം. നിനക്ക് മുൻപോട്ട് പോകാൻ വേറൊരു വഴിയുമില്ല. നിന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ലാത്ത ആ പ്രത്യേക വഴിയിൽ നിനക്ക് വേണ്ടി മാത്രം, ഹല്ലേലൂയ, ദൈവം കസ്റ്റമൈസ് ചെയ്ത് ഒരു പ്രൊവിഷൻ ഒരുക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഹല്ലേലൂയ. See, our God had made a kind of, he had a, I mean, the people of Israel had a divinely designed provision that was uniquely customized for them. അവർക്ക് വേണ്ടി മാത്രം കർത്താവ് അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അത് ഞാൻ പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ ദൈവിക പ്രൊവിഷൻ ഒരുപക്ഷെ റിപ്പീറ്റബിൾ ആയിരിക്കത്തില്ല. വേറെ ആർക്കുമില്ലാതെ നിനക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഇങ്ങനെ സ്തോത്രം ക്ലൗഡിന്റെ ഒരു സ്വഭാവം മാറിയത്. I don't know. So I haven't read, I haven't heard about it. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ക്ലൗഡിന്റെ നേച്ചർ പോലും സ്വന്തം മാറ്റത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരുതൽ കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. പക്ഷെ ആ പൗലോസ് പറയുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ചാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. സ്തോത്രം. ദൈവം തനിക്ക് ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച രക്ഷ ഞാൻ നിങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചതാണോ? ഇന്ന് ദൈവകൃപയിൽ നിൽക്കും ദൈവത്തിന്റെ പൈതലേ, ഇന്ന് എന്നെ കേൾക്ക് ദൈവത്തിന്റെ പൈതലേ, ഈ ദൈവകൃപയിൽ നീ ആയി വരുമെന്ന് 10 വർഷത്തിന് മുമ്പ് നീ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? നീ 15 വർഷത്തിന് മുമ്പ് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ രക്ഷയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ആ രക്ഷയോടൊപ്പം തന്നെ നമ്മുടെ ജീവിത യാത്രയുടെ എല്ലാ തലങ്ങളിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും മറ്റുള്ളവരുടെ മാത്രമല്ല, നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും നിന്റെ ചെവി കേട്ടിട്ടില്ലാത്തതും നിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതും നിന്റെ ഭാവനയ്ക്കപ്പുറവും നിന്റെ ബുദ്ധിക്കപ്പുറവും നിന്റെ യുക്തിക്കപ്പുറമായിട്ടുള്ളതായ ദൈവിക പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ദൈവത്തിന്റെ കരുതൽ. സോ വേദനയോടൊപ്പം ദൈവത്തിന്റെ കരുതൽ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കർത്താവിന്റെ കരുതലുകൾ. വേദനയിൽ ഓർത്ത് ഭാരപ്പെടരുത്. സ്തോത്രം. ദൈവീ കരുതലുണ്ട്. ദൈവ കരുതലിൽ മാത്രമല്ല വേദന, രണ്ടും പാർട്ട് ആൻഡ് പാഴ്സലായിട്ട് നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. സ്തോത്രം. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കർത്താവിന് സ്തോത്രം. See what is happening many times in our life. നമ്മുടെ ജീവിതത്തിൽ many times what happens, we are more interested in provision, right? See, whether it is angels, manna, water, dividing the Red Sea or dividing the Jordan, we are more interested in the provisions only, or we are more interested in miracles only. We ignore pain. We wanted to avoid pain, and when it hurts, we complain, murmur, even rebel against God and God's people. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രൊവിഷൻ മാത്രം മതി നമുക്ക്. അതിൽ നമ്മുടെ ഇഷ്ടം. ദൈവം നമുക്ക് കരുതണം, ദൈവം അത്ഭുതം ചെയ്യണം. നമ്മുടെ കണ്ണ് മുഴുവൻ അത്ഭുതത്തിലും ദൈവത്തിന്റെ കരുതലും. നമുക്ക് ആർക്കും പലപ്പോഴും വേദന ഇഷ്ടമല്ല, കഷ്ടത ഇഷ്ടമല്ല. കഷ്ടതയോ വേദനയോ എവിടെയും വന്നാൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഇഷ്ടം. അത് അഥവാ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിറുപിറുക്കും, നമ്മൾ മത്സരിക്കും, നമ്മൾ പരാതി പറയും, നമ്മൾ ആരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ അവിടെ എല്ലാം പ്രശ്നം അറിയാതെ അറിയൊക്കെ വരും. സ്തോത്രം. അത് നമ്മുടെ കൂട്ടായ്മയിൽ ബാധിച്ചിരിക്കും, നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും, കുടുംബജീവിതത്തെ ബാധിക്കും, നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഈ വേദന കഷ്ടത സഹിക്കാൻ പറ്റുന്നില്ല. ചെറുത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഇഷ്ടം പ്രൊവിഷൻസ് മാത്രമാണ്. കർത്താവിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൊവിഷൻസ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. കർത്താവിന് സ്തോത്രം. ആ ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ടതാണ് പ്രൊവിഷൻസ്. ദൈവം നമ്മുടെ പ്രൊവിഷൻസ്, നമുക്ക് വേണ്ട ഒരു പ്രൊവിഷൻസും ദൈവം കുറയ്ക്കില്ല. അത് ദൈവം നമുക്ക് നൽകും. കർത്താവിന് സ്തോത്രം. സമയാസമയം നമ്മുടെ കണ്ണതിലാകരുത്. കർത്താവിന് സ്തോത്രം. See, godly pain is worth bearing because they are redeemable. Listen me. Godly pain is worth bearing
because they are redeemable. ദൈവം നമ്മെ നയിക്കുന്ന യാത്രകളിലെ ദൈവത്താൽ ഐക്യപ്പെടുന്നതായ ദൈവിക വേദനകൾ അത് റെഡീം ചെയ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഉള്ളതാണെന്ന്. അതുകൊണ്ട് സഹിക്കുക, അത് സഹിച്ചാൽ പ്രതിഫലം ഉള്ളതാണ്. സ്തോത്രം. ഞാൻ അത് വേറെ ഒരു ദൂതായതുകൊണ്ട് അതിലേക്ക് ഒത്തിരി പോകാൻ താല്പര്യപ്പെടുന്നില്ല, സമയം എടുക്കുന്നുള്ളത് കൊണ്ട്. പക്ഷെ ഞാനത് പെരിഫറലായിട്ട് ഒന്ന് തൊട്ടുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്കറിയാം നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ മൈൽസ് ഒക്കെ റെഡീം ചെയ്യാന്ന് പറയില്ലേ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ മൈൽസ് ഒക്കെ റെഡീം ചെയ്യുക. അല്ലെ ചിലപ്പോൾ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന റെഡീം ചെയ്യാൻ പറ്റുമോ, റിഡീമബിൾ റിവാർഡ്സ് ഉണ്ടെന്ന് പറയും. റിവാർഡ്സ് ഇല്ലേ, സ്വത്രം അവൈറ്റിംഗ് റിവാർഡ്സ്. സോ എന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന യാത്രയിലെ പെയിൻസ് എല്ലാം റെഡീമബിളാ. ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാണെന്ന് അറിയത്തില്ല. See, there is an awaiting reward for the pain we bear, because the godly pain is convertible into future glory. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മെ നയിക്കുന്ന യാത്രയിലെ വേദനകൾ കൺവേർട്ടബിൾ നേച്ചർ ഉള്ളതാണ്. അത് കൺവേർട്ട് ചെയ്യും എന്തായിട്ട്, ഭാവിയിൽ വരുവാനുള്ള തേജസ്സായി വെളിപ്പെടും, ഭാവി ലഭിക്കാനുള്ള പ്രതിഫലമായിട്ട് വെളിപ്പെടും. കർത്താവിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് സഹായിക്കണമേ. റോമലേഖനം നമുക്ക് പരിചയമുള്ള വാക്യമാണ് എങ്കിലും ഒന്ന് വായിക്കാം. റോമലേഖനം 8:18. റോമൻസ് 8:18. റോമൻ 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. മതി. പൗലോസ് പറയുന്നു, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പോൾ ഉള്ളതായ ഈ ഭൂമിയിലെ ദൈവം നയിക്കുന്ന യാത്രയിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവിന് സ്തോത്രം. അതായത് റെഡീമബിൾ ആണെന്ന്. കാരണം അത് ഫ്യൂച്ചറിൽ ഗ്ലോറിയായി, ഭാവിയിൽ തേജസ്സായി വെളിപ്പെടും. സ്തോത്രം സ്തോത്രം. അത് നമുക്ക് ലഭിക്കാനുള്ള തേജസ്സായി വെളിപ്പെടുമെന്ന് കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടതകളെ ഓർത്ത് പരിഭവിപ്പിക്കരുത്. അത് റെഡീം ചെയ്യപ്പെടുന്നതാണ്. സ്തോത്രം. അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി, സന്തോഷത്തോടെ സഹിക്കുക, സന്തോഷത്തോടെ. അതുകൊണ്ടാണ് എബ്രായലേഖന കർത്താവ് പറയുന്നു, പലരും നമ്മുടെ പിതാക്കന്മാർ സന്തോഷത്തോടെ സമ്പത്തിന്റെ അഭാരം സഹിച്ചെന്ന്. എന്റെ പപ്പ അങ്ങനെ സഹിച്ചേനാ, എന്റെ പപ്പ. അവിടെ എന്റെ പപ്പായെ കുറിച്ച് അഭിമാനമുണ്ട്. എന്റെ പിതാവ് സ്വത്രം സമ്പത്തിന്റെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അതിന് സഹിച്ച ഞങ്ങളാരും അറിഞ്ഞില്ല. മക്കൾ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പ്രവാചകൻ വീട്ടിൽ വന്ന് ഒരു പ്രാർത്ഥനാ മധ്യത്തിൽ എന്റെ പിതാവിനോട് ദൂത് പറയുമ്പോഴാണ് സ്വത്രം ഞങ്ങളെല്ലാം അറിഞ്ഞത്. കർത്താവിന്റെ സ്വത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വത്രം ഹല്ലേലൂയ. കർത്താവിന്റെ നാമനിമിത്തം നീ സഹിക്കുന്ന വേദനകൾ റെഡീമബിൾ ആണ്. സ്വത്രം സ്വത്രം. അത് ഭാവിയിൽ ലഭിക്കുവാനുള്ള പ്രതിഫലങ്ങളായി, ഭാവിയിൽ വെളിപ്പെടുവാനുള്ള തേജസ്സായി മാറ്റപ്പെടും. കർത്താവിന്റെ സ്തോത്രം. ഇനി മറുസൈഡ് see, listen, however, the provision is not necessarily redeemable because they are mostly temporal in nature. They are temporary. See, the provision is temporary, but the pain has an eternal value. If we bear the pain, so that will be converted into future glory. But the provision we enjoy on our journey doesn't need to be redeemable because most provisions are temporary in nature. But at the same time, the shared provisions are redeemable. Shared provisions. Okay, what does it mean by? See, പ്രിയപ്പെട്ട സ്നേഹിതരെ, സ്വത്രം നമ്മൾ അനുഭവിക്കുന്ന സ്വത്രം കഷ്ടതകൾക്ക് പ്രതിഫലമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന കരുതലുകളൊന്നും പ്രതിഫലമില്ല. കാരണം ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന് തൽക്കാലത്തെ നേച്ചറേ ഉള്ളൂ, തൽക്കാലത്തെ സ്വഭാവം മാത്രമേ ഉള്ളൂ. സ്വത്രം അന്നേരം അനുഭവിക്കുക, തീരുക. അതൊന്നും ഭാവിയിലേക്ക് വലിയ ഗുണം ചെയ്യത്തില്ല. കർത്താവിന് സ്വത്രം. എന്നാൽ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, പ്രൊവിഷനിൽ ഭാവിയിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? ഉണ്ട്. ഷെയർഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന നന്മ, ദൈവം നമുക്ക് തരുന്ന പ്രൊവിഷൻ നമ്മൾ ഷെയർ ചെയ്യുവാൻ മനസ്സ് വെച്ചാൽ, ദൈവസ്നേഹം നിമിത്തം ഞാനും നീയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസിനെയും, ആരോഗ്യം, സൗഖ്യം, കഴിവ്, സമ്പത്ത്, സമയം എന്തുമാകട്ടെ,
സ്വത്രം. അത് നമ്മൾ മനസ്സോടെ കർത്താവിന്റെ നാമനിമിത്തം ഷെയർ ചെയ്യുവാൻ സ്വത്രം ശ്രമിച്ചാൽ, ആ ഷെയർ ചെയ്യുന്ന അതും നല്ല മനസ്സോടെ, പരാതി പറയാതെ, പിറുപിറുക്കാതെ, സന്തോഷത്തോടെ, സ്തോത്രം സ്തോത്രം, അങ്ങനെ ദൈവസ്നേഹം നിമിത്തം ഷെയർ ചെയ്യുന്ന പ്രൊവിഷൻസ് എന്തെന്നറിയാമോ? അത് എറ്റേണൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് എറ്റേണിറ്റിയിൽ എറ്റേണൽ റിവാർഡായിട്ട് മാറ്റപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. See, we need to understand all the provisions we enjoy today on this earthly journey are not redeemable. They are temporary to enjoy for this part of life, earthly life. But at the same time, all provisions we enjoy today, if we are willing to share with others in God's love, they are convertible into, or they are convertible to eternal reward. They will be convertible into eternal reward. So they alone, nothing else. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും എവിടൊക്കെ പറ്റുമോ, അവസരം കിട്ടുമോ, പിറുപിറുക്കരുത്. അത് ആര് പറയട്ടെ, ഏത് മീൻസിലൂടെ ആകട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏത് നന്മയുമാകട്ടെ, ഷെയർ ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ മനസ്സോടെ ഷെയർ ചെയ്താൽ അതിനു മാത്രം നിത്യതയിൽ പ്രതിഫലം ഉണ്ടാകും. അതിന് മാത്രം ഒരു നിത്യമായ ഇമ്പാക്റ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണ്. സോ therefore, what is the message? അതുകൊണ്ട് എന്തോ ചെയ്യണമെന്നറിയാമോ? So we need to understand miracles or provisions are not the end. We need to understand. അപ്പൊ ദൈവത്തിന്റെ കരുതലുകൾ എന്ന് പറയുന്നത് എന്റെ അല്ല, സ്തോത്രം. അതുകൊണ്ട് അത്ഭുതത്തിനു വേണ്ടി നമ്മൾ ജീവിക്കരുത്. അത്ഭുതത്തിനു വേണ്ടിയും കരുതലിനു വേണ്ടിയും മുഴുവൻ എനർജിയും കളയരുത്. സ്തോത്രം. ചിലരുടെ പ്രശ്നം അത്ഭുതത്തിനു വേണ്ടി, കരുതലിനു വേണ്ടി, ഇതിനു വേണ്ടി ആയുസ്സും ആരോഗ്യ എനർജി മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അവരുടെ മുഴുവൻ ഫോക്കസും അതിനു വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ കരുതലുകൾ, ഇതിന് പാർട്ടാണ്. ദൈവം നടത്തിക്കൊള്ളും. കർത്താവിന് സ്തോത്രം. അതിനുവേണ്ടി മുഴുവൻ ആയുസ് മുഴുവൻ വേസ്റ്റ് ചെയ്യുന്ന എത്രയോ പേർ. There are people who waste their whole life thinking that provision or miracles are the end, and they live for miracle. No, we are not living for miracles. Our focus is not on the miracles or provisions. Our focus is not even on the pain. Our focus is on our Lord. See, provisions and pain are part and parcel of this journey. And our focus is not on pain, not on provision. Rather, our focus is, the destiny is to be like Christ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ യാത്ര ചെയ്യുന്നതിലേക്കാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ഒന്നിനു പുറകെ ഒന്നായി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കരുതലുകളുടെ കലവറയായിരുന്നു. സ്തോത്രം. ഒന്നിനു പുറകെ ഒന്നായി. എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അടുത്ത പ്രശ്നം വന്നപ്പോൾ വീണ്ടും പിറുപിറുത്തു. സ്തോത്രം. ദൈവം കരുതി. അടുത്ത പ്രശ്നം വന്നപ്പോൾ വീണ്ടും പിറുപിറുത്തു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ അവർക്ക് പറ്റിയത് അവർ ദൈവത്തിന് മിറക്കിളിനെ മാത്രം, കരുതലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിന് സ്തോത്രം. കർത്താവിൽ അവർക്ക് ആശ്രയിപ്പാൻ കഴിഞ്ഞില്ല. അവിടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്തില്ല. കർത്താവിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹല്ലേലൂയ. ഈ കരുതലുകളും ഈ വേദനകളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിനെ ഒന്നും നോക്കാതെ വേണം സ്തോത്രം യേശുവിനെ പോലെ ആകുക എന്നുള്ള സ്തോത്രം ലക്ഷ്യത്തെ യാത്രയാക്കി, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുമ്പോൾ കർത്താവിന് സ്തോത്രം ഇതൊക്കെ വന്നുകൊള്ളട്ടെ, ഇതൊക്കെ വന്നുകൊള്ളട്ടെ. വേദനയാകട്ടെ, കരുതലാകട്ടെ, ഇതെല്ലാം ഇതിന്റെ പാർട്ടാണെന്ന് മാത്രം എടുക്കുന്നുണ്ട്. ഇത് രണ്ടിനും അമിത പ്രാധാന്യം കൊടുക്കാതെ, ഇത് രണ്ടിനും ഇഗ്നോർ ചെയ്യാതെ വണ്ണം കർത്താവിന് സ്തോത്രം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ നമുക്കുണ്ടാകും. വേദനകളുടെ മധ്യത്തിൽ ദൈവിക കരുതലും ആശ്വാസം അനുഭവിക്കാനായിട്ട് കഴിയും. കർത്താവിന് സ്തോത്രം. See, let me tell you, every crisis is an opportunity for divine intervention. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയുള്ള, ദൈവത്തിന്റെ കരുതലിന് വേണ്ടിയുള്ളതായ അവസരങ്ങളാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കർത്താവിന് സ്തോത്രം. Every pain as well as provision is an occasion
It's an opportunity to build up trust in the Lord. കർത്താവിന് സ്തോത്രം. ദൈവത്തിങ്കലേക്ക് ആശ്രയിക്കുവാനുള്ള, നമ്മുടെ ദൈവാശ്രയത്തെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ വേദനയും ഈ ദൈവിക കരുതലും. അത് രണ്ടും അതിനുവേണ്ടിയാണ്. ഒരുമിച്ച് പോകുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കട്ടെ. The last verse for today. കർത്താവിന് സ്തോത്രം. ഞാൻ ഇത് വന്നപ്പോൾ വേഗത്തിൽ എന്റെ മനസ്സിലേക്ക് സ്തോത്രം രാവിലെ വന്നൊരു വാക്യമാണ്. കർത്താവിന് സ്തോത്രം. 4-ാം അധ്യായം, എക്സഡസ് 4, 4-ാം അധ്യായം, അതിന്റെ 29-30 വാക്യങ്ങൾ. ചാപ്റ്റർ 4, എക്സഡസ് 29 and 30. പിന്നെ മോശയും അഹ്റോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്റോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണുകെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. നോക്കുക പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കളോട് നമുക്കറിയാവുന്ന ഒരു സ്റ്റോറി. മോശ കടന്നു വന്ന് ദൈവം എന്നെ വിളിച്ചു, നമ്മളെ ദൈവം കടാക്ഷിച്ചു, നമ്മളെ വിടുവിക്കാൻ പോകുമെന്ന് പറഞ്ഞ് മൂപ്പന്മാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി. അവരുടെ മുമ്പിൽ അവരൊരു അത്ഭുതം കാണുന്നു. ദൈവത്തിന്റെ പ്രൊവിഷൻ, അത്ഭുതങ്ങൾ കാണുന്നു. അത്ഭുതം കണ്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ചെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിച്ചു. ആ വിശ്വസിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നറിയാമോ, അവര് മുൻപോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും പോകത്തില്ലായിരുന്നു. അതായത് ഈ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം കടാക്ഷിച്ചു എന്ന് വിശ്വസിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 29 വിശ്വസിച്ചു. അതിന്റെ കോൺസിക്വൻസ് എന്ത് ചെയ്തു? 31 കുമ്പിട്ട് നമസ്കരിച്ചു, ദൈവത്തെ ആരാധിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പം ദൈവത്തിൽ വിശ്വസിച്ചു, ആരാധിച്ചു. ഇതിനു വേണ്ടിയാണ് അത്ഭുതങ്ങൾ, ഇതിനു വേണ്ടിയാണ് ദൈവം തരുന്ന പ്രൊവിഷൻസ്. ആ പ്രൊവിഷൻസ് ആണ് അവര് മുൻപോട്ട് പോകുവാൻ ഇടയായത്. അപ്പൊ ശ്രദ്ധിക്കുക. Listen me, every pain as well as provision should eventually turn into a stepping stone to move forward. See, the people of Israel, they were in pain, but now, so through Moses, there happened a provision of miracle. So then now at the end, what is happening? This pain as well as provision, they turn into a stepping stone. And they decided to move forward. That is why they decided we will go. So that is what is God's desire. So pain and provision is part of our Christian life. And so eventually both should turn into a stepping stone. To build up our trust as we move forward. ദൈവത്തിൽ ആശ്രയിക്കുവാനും മുൻപോട്ട് പോകുവാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ വേദനയും സ്തോത്രം ഈ ദൈവിക കരുതലും തീരണം. അത് തീർന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക, വേദന കൊണ്ട് ഒരു പ്രയോജനമില്ല, അത്ഭുതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവം നൽകിയ അത്ഭുതങ്ങൾ വെറുതെ വേസ്റ്റ് ആയി പോയി. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത അത്ഭുതങ്ങൾ, it was simply I call it as a kingdom waste, just a waste of kingdom resources. കർത്താവിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ റിസോഴ്സുകൾ വേസ്റ്റ് ചെയ്തെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ കരുതലുകൾ, കലവറയില്ലാതെ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ നിക്ഷേപങ്ങൾ ദൈവം നമുക്കൊണ്ട് തുറക്കും. അത് വേസ്റ്റ് ആക്കരുത്, അത് വേസ്റ്റ് ആക്കരുത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ വേദനയും വേസ്റ്റ് ആക്കരുത്, നമ്മുടെ കണ്ണുനീരും വേസ്റ്റ് ആക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ കണ്ണുനീര് നിന്റെ കുപ്പിയിലുണ്ടെന്ന്. കർത്താവിന്റെ കുപ്പിക്ക് വെളിയിൽ പോകരുത്. നിന്റെ കുപ്പി നിന്റെ കണ്ണുനീരിച്ചാലും പ്രയോജനമില്ല, പക്ഷെ ദൈവത്തിന്റെ കുപ്പിയിൽ അതാക്കണം. കർത്താവ് ചിലരുടെ കണ്ണുനീർ അവരുടെ കുപ്പിയില്ല. അതുകൊണ്ടാണ് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, ഇല്ലേ, നമ്മൾ പറയുന്നതിന് മുമ്പ്. പക്ഷേ എന്റെ നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ കുപ്പിയിലാക്കൂ. കർത്താവിന്റെ സ്തോത്രം. എന്റെ നിങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ, ദുഃഖത്തിന്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ കരയുമ്പോൾ ആ കരച്ചിൽ ദൈവത്തിന്റെ കുപ്പിയിലാക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കുപ്പിയിലാക്കപ്പെടുമ്പോൾ സ്തോത്രം ദൈവം നടത്തുന്ന പ്രൊവിഷൻസ്. അങ്ങനെയാകുമ്പോൾ എന്തെന്നറിയാമോ, നീ ഓട്ടോമാറ്റിക് ഷെയർ ചെയ്യുന്നേ. ദൈവത്തെങ്കിൽ നീ ആശ്വാസം ലഭിച്ചാൽ നീ മാത്രം അതിൽ സംതൃപ്തിപ്പെടത്തില്ല. ദൈവം നിനക്ക് തരുന്ന ആശ്വാസങ്ങൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് നീ ഷെയർ ചെയ്യും. കർത്താവിന് സ്തോത്രം. ദൈവം നിനക്ക് തരുന്ന സമ്പത്ത്
നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കത്തില്ല, മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിൽ ഉപയോഗിക്കുവാൻ നീ ഷെയർ ചെയ്യുമെന്നേ. കർത്താവിന് സ്തോത്രം. നിന്റെ ആരോഗ്യം നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കത്തില്ലെന്നേ, കഷ്ടത്തിലേക്ക് അനേകരെ സഹായിപ്പാൻ ഉപയോഗിക്കുമെന്നേ. നിനക്കെന്നിരിക്കുന്ന കഴിവ് നിനക്കും നിന്റെ കുഞ്ഞിനു വേണ്ടി മാത്രം ഉപയോഗിക്കത്തില്ലെന്നേ, നിന്റെ കഴിവ് കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി മറ്റുള്ള ഉപയോഗിക്കുന്നേ. അങ്ങനെയാകുമ്പോൾ നിന്റെ വേദനയും നിന്റെ വേദനയിൽ ദൈവം കരുതിയ കരുതലും അത് രണ്ടും നിത്യതയിൽ റെഡീമബിളായി, ഒന്നും വേസ്റ്റ് ആക്കാതെ വണ്ണം റെഡീമബിൾ ആയിട്ട് മാറും. കർത്താവിന്റെ സ്തോത്രം. Let me ask a question. So as I conclude, see, let me tell you, not asking question, right? Let me just say, do you think that Corona is the end of everything? Corona is not the end of everything. I strongly believe that there will be a new way through it. Eventually, this will also turn into a blessing in disguise. ഞാൻ വിശ്വസിക്കുന്ന കൊറോണ സ്തോത്രം എൻ്റെ അല്ല, ഒന്നിന്റെ. ഇതിന്റെ മധ്യത്തിലും ഈ പെയിൻഫുൾ സാഹചര്യത്തിന്റെ മധ്യത്തിലും ദൈവത്തിനൊരു പുതിയ വഴി തുറന്ന സ്തോത്രം മറഞ്ഞിരിക്കുന്ന ഒരു നന്മയാക്കി, മറഞ്ഞിരിക്കും ദൈവീ കരുതലാക്കി മാറ്റുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ വരെ താമസിച്ചാൽ വർഷങ്ങൾ കഴിയുമ്പോൾ പലർക്കും മനസ്സിലാകും, കർത്താവിന് സ്തോത്രം, ആ കൊറോണ സാഹചര്യമാണ് എന്നെ കർത്താവിനോട് അടുപ്പിച്ചത്. ആ കൊറോണ സാഹചര്യമാണ് എനിക്ക് ഡീപ്പർ റിലേഷൻഷിപ്പിൽ പോകുവാനിടയായത്. കർത്താവിന് സ്തോത്രം. ആ കൊറോണ സാഹചര്യമാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്തോത്രം ഒരു ശക്തമായ ബന്ധം തന്നത്. ഇല്ലെങ്കിൽ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം താഴ്ന്നു തരിപ്പണോ എന്ന് പലരും പറയും. തിരിച്ചു സംഭവിക്കാം. സഹോദര സഹോദരി, ഒന്നുകിൽ ഈ കൊറോണ സാഹചര്യം നിന്റെ കുടുംബജീവിതത്തെ തകർക്കും. അനേർക്കും അങ്ങനെ സംഭവിക്കുന്നു. കൊറോണ സാഹചര്യത്തിലും ഭയങ്കര പ്രശ്നം, ഡൊമസ്റ്റിക് വയലൻസ്, അത് തകർത്ത് തരിപ്പണമായി വരാം. അപ്പൊ എന്നാ അത്ഭുതം. ഇല്ലെങ്കിൽ ഈ പെയിൻഫുൾ സിറ്റുവേഷൻ നിനക്കൊരു ഭയങ്കര നന്മയായി മാറും. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും പകർന്നിട്ടില്ലാത്ത രീതിയിൽ ദൈവകൃപ പകരപ്പെടും. കർത്താവിന് സ്തോത്രം. കൊറോണ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇപ്പൊ അറിയത്തില്ലെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ നീ മനസ്സിലാകും, ഈ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ റോങ് ഡയറക്ഷനിൽ പോയനെ. ആ കൊറോണ വന്ന നിമിത്തമാണ് ദൈവം ഇപ്പം മനസ്സിലാകത്തില്ല. ചിലപ്പോൾ മരിച്ചു മൺമറിഞ്ഞ് നിത്യതയിൽ ചെല്ലുമ്പോഴാണ് ദൈവം വെളിപ്പെടുന്ന, സഹോദര സഹോദരി, ഈ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ, അതിനു മുമ്പേ നീ ചത്തുപോയായിരുന്നെങ്കിൽ നീ എത്തത്തില്ലായിരുന്നു എന്ന്. ഈ കൊറോണ സാഹചര്യം നിമിത്തം കർത്താവിനോട് കുറച്ചുകൂടെ അടുക്കുവാൻ ദൈവം സാഹചര്യം ഒരുക്കും. ദൈവം വരും. See, may this opportunity become give us become an opportunity to experience God's presence and God's provision in an unusual way. Hallelujah. May this corona virus turn to be a blessing for us. Let that unite us, right? Let that shape us. Let that teach us. Let that make us better husbands. Let that make us better wives. Let that make us better daughters, better sons, better brothers, better sisters, better co-workers, better pastors, better believers, and better friends. So let this situation, painful situation, become for an opportunity for us to be shaped greater into the likeness of God. Even ഈ ദുഃഖകരമായ വേദനജനമായ കൊറോണ സാഹചര്യത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തന്റെ സാന്നിധ്യം പകർന്ന് ഇത് നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കട്ടെ. തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കുവാൻ, നമ്മളെ ഒരു നല്ല ഭർത്താവാക്കുവാൻ, നമ്മെ ഒരു നല്ല ഭാര്യയാക്കുവാൻ, നമ്മെ നല്ലൊരു കുഞ്ഞാക്കുവാൻ, നമ്മെ ഒരു നല്ല മകനാക്കി, മകളാക്കി, സഹോദരനാക്കി, സഹോദരിയാക്കി, പാസ്റ്ററാക്കി, വിശ്വാസിയാക്കി, സുഹൃത്താക്കി ദൈവം മാറ്റട്ടെ. ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന് സ്തോത്രം. Let me finish with this. See, we think that coronavirus is so dangerous, but for a child of God, coronavirus is not something dangerous. Even if it kills us, a true child of God will pass to his eternal home. But this can be dangerous. This can be dangerous for a child of God who thinks that he is not genuine. യഥാർത്ഥ ദൈവത്തിന്റെ മൈതലിന് കൊറോണ വൈറസ് ഡേഞ്ചറസ് അല്ല. അത് കൊറോണ വൈറസ് നിമിത്തം മരിച്ചാലും നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ ആർക്കാ ഇത് ഡേഞ്ചറസ്? ഇത് ഡേഞ്ചറസ് എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവർക്കും
ദൈവഹിതപ്രകാരം ജീവിക്കാത്ത ക്രിസ്ത്യാനിക്കും ഇത് അപകടം പിടിച്ചതാ, ഭയാനകമാണ്. കർത്താവിന് സ്തോത്രം. See, let's say at the end, എന്റെ പ്രാർത്ഥന ഇതാണ്. സോ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ സഭയിലുള്ള, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഐക്യതയില്ലായ്മയും സ്നേഹക്കുറവും ആത്മീയ ജീവിതത്തിലെ ഉദാസീനതയും ക്ഷമയില്ലായ്മയും പൊറുവെറുപ്പും കാപഠ്യം നിറഞ്ഞ ഭക്തിയും ഇതൊക്കെ നമ്മളെ നരകത്തിൽ എത്തിക്കത്തുള്ളൂ. ഈ വൈറസുകളെ കില്ല് ചെയ്ത് ഇപ്പം നമ്മിലുള്ള നമ്മളെ നിത്യതയിൽ എത്തിക്കാത്ത ഈ വൈറസുകളെ എല്ലാം കില്ല് ചെയ്യുവാൻ ഈ കൊറോണ വൈറസ് ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. ദാറ്റ് ഈസ് മൈ പ്രയർ. My prayer is that, oh God, may this coronavirus become a means to kill the dangerous virus in God's people, the dangerous virus of disharmony, lack of love, unforgiveness, hypocrisy, spiritual apathy, because that will not take us to eternal kingdom. That is so dangerous. So this physical coronavirus, may that kill, may that become an opportunity to kill the dangerous virus on our way to eternity. May this painful situation eventually turn into a stepping stone as we move forward. എന്റെ പ്രാർത്ഥന, മുമ്പോട്ട് പോകുമ്പോൾ ഈ വേദനാജനകമായ കൊറോണ വൈറസ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതിനും മുമ്പോട്ട് വിടുന്നതിനുമുള്ള ഒരു ചവിട്ടുപടിയായി മാറ്റട്ടെ. ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.